പാലാ നഗരസഭയിലെ എയർപോർട്ട് വിവാദത്തിൽ തർക്കം മുറുകുകയാണ്. എയർപോർട്ട് എടുത്തത് CPM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം തന്നെയെന്ന് ആവർത്തിക്കുകയാണ് കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് ചീരാങ്കുഴി. മോഷണം കലയാക്കിയ ആളാണ് CPM കൗൺസിലറെന്നും ജോസ് ചീരാങ്കുഴി ആരോപിച്ചു. വിവാദത്തിന് പിന്നിൽ ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് ബിനു പുളിക്കക്കണ്ടത്തിന്റെ മറുപടി. പുള്ളി സാംസങ്ങിന്റെ ഫോണിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയത്. ആപ്പിളിന്റെ ഫോണിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ട്രാക്ക് ഓൺ ഡിവൈസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വരും. പുള്ളിക്ക് ഒന്നെങ്കിൽ അതൊരു മാനസിക വൈകല്യമായിരിക്കും. കാരണം ഇങ്ങനെ ചിലർക്ക് മോഷ്ടിക്കാന്നുള്ള ഇഷ്ടം പോലെ ആൾക്കാർ വലിയ പൈസ ഉള്ളവർ ചില ഹോട്ടലുകളിൽ റൂം എടുത്താൽ സ്പൂൺ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള ചില്ലറ മോഷണം അത് അവരൊരു കലയായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ പുള്ളി ആ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും. അല്ലാതെ പിന്നെ ഈ സാധനം എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ലെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹമല്ല ഇത്. അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ് ഇതിൽ നടക്കുന്നത്. ഇത് ആരുടെ താല്പര്യപ്രകാരമാണ് ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ഈ ചുടിയോറ് വാരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. വിവാദം LDFനെ പ്രതിരോധത്തിലാക്കുന്നതിനിടെ പുതിയ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം നടക്കും. കോൺഗ്രസ് എമ്മിന്റെ ഷാജു ബി തുരുത്തനാണ് സാധ്യത. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനോ. ടോബി, ഈ വിവാദങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ ഇപ്പോൾ കൂടുതൽ LDFന് പ്രതിരോധം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറുകയാണോ, അതോ അവിടുത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ പുതുതായി എന്താണ്? നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം നടക്കാനിരിക്കുകയാണല്ലോ. എന്താണ് അതിന്റെ പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും പാലാ നഗരസഭയിലെ ഈ എയർപോർട്ട് വിവാദം വലിയ തർക്കത്തിലേക്ക്, LDFനുള്ളിൽ തന്നെ ഇതൊരു വലിയ തർക്കത്തിലേക്ക് പോകുന്നതിന്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഈ എയർപോർട്ട് നഷ്ടപ്പെട്ട കൗൺസിലർ, അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന്റെ കൗൺസിലറാണ്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു മാനസിക വൈകല്യമാണ്. അത് ഈ ആരോപണം ഉന്നയിക്കുന്നത് CPM കൗൺസിലർക്കെതിരെയാണെന്ന് കൂടി ഓർക്കണം. അദ്ദേഹത്തിന് മാനസിക വൈകല്യമാണ്, അത്തരത്തിലുള്ള ഇതൊരു മോഷണം ഒരു കലയായിട്ടെടുത്ത ഒരു വ്യക്തി എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളടക്കം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ തന്റെ പക്കലുണ്ട്. അത് ഈ ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇത് എടുത്തത് എന്നുള്ളൊരു ആക്ഷേപമാണ് കേരള കോൺഗ്രസ് ശക്തമായിട്ട് ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ നേരെ തിരിച്ച് ഈ ആരോപണം വന്ന ഒരു സാഹചര്യത്തിൽ ഇത് നേരെ തിരിച്ച് ജോസ് കെ മാണി അടക്കമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിനെതിരെയാണ് ഈ CPM കൗൺസിലർ വിരൽ ചൂണ്ടുന്നത്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പാലാ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. പറഞ്ഞത് പാലാ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിനെ ഇത് ഒരു തരത്തിലും ബാധിക്കത്തില്ല. ധാരണ പ്രകാരം തന്നെ, അതായത് LDFിലെ ധാരണ പ്രകാരമാണ് ഈ അവസാനത്തെ 2 വർഷം കേരള കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന. ആ ധാരണ പ്രകാരം തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും, വോട്ട് ചെയ്യും. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമായി CPMന്റെ കൌൺസിലർ പറയുന്നു. അതായത് പാലായിൽ അടുത്ത തവണയും മത്സരിക്കാനിരിക്കുന്നത് ജോസ് കെ മാണി അടക്കമുള്ളവർ മത്സരിച്ചേക്കുമെന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചന നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി കൂടി CPM കൌൺസിലറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കും. എന്തായാലും ഒരു ചെറിയ വിഷയം, ഒരു എയർപോർട്ട് കാണാതെ പോയ വിഷയം, അത് LDFനെ പിടിച്ചു കുലുക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം 5 വർഷത്തിൽ ആദ്യത്തെ 2 വർഷം കേരള കോൺഗ്രസ് പ്രതിനിധിയായിരുന്നു ഇവിടെ ചെയർമാനായിട്ടിരുന്നത്. അതിനുശേഷം 1 വർഷം CPM പ്രതിനിധി ചെയർമാനായി വന്നു. അന്ന് നമ്മൾ കണ്ടതാണ് ഈ ബിനു പുളിക്കക്കണ്ടത്തിനാണ് അന്ന് ചെയർമാൻ സ്ഥാനം ലഭിക്കേണ്ടിയിരുന്നത്. അത് കേരള കോൺഗ്രസിന്റെ എതിർപ്പിനെ തുടർന്ന് മറ്റൊരാൾക്ക് കൊടുക്കുകയായിരുന്നു. എന്തായാലും വീണ്ടും കേരള കോൺഗ്രസിന് അവരുടെ അവസരം 2 വർഷം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ LDFന് വേണ്ടി ഷാജു തുരുത്തേൻ എന്ന് പറയുന്ന കൌൺസിലറാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസ് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട്. 17 പേരാണ് LDFനുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള അട്ടിമറികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ LDFന് ഭരണം തുടരാൻ സാധിക്കും. അങ്ങനെ തുടരുമ്പോൾ തന്നെയും ഈ കല്ലുകടി 2 കൌൺസിലർമാർ, പ്രധാന ഘടകകക്ഷികളിലെ 2 കൌൺസിലർമാർ തമ്മിലുള്ള ഈ പോരാട്ടം അത് വലിയൊരു വെല്ലുവിളിയായി LDFന് മാറിയിരിക്കുകയാണ്. ഗോപി. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.